ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അതേപോലെ പുതിയ ഒരു വീഡിയോ ന്യൂസാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഫോൺ വാങ്ങുക അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ 20,000 താഴെ വാങ്ങും. ഇപ്പോൾ എല്ലാവരും വാങ്ങുന്നത് 20,000 താഴെയാണ് എന്നാണ് സർവേ പറയുന്നത്. അപ്പോൾ 20,000 താഴെ വാങ്ങുമ്പോൾ എല്ലാവരും ഒരുവിധം അപ്പോൾ വാങ്ങുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളില്ലേ, ആ കുറച്ച് കാര്യങ്ങളെ നമ്മൾ തൃപ്തിയാവപ്പെടുന്ന കുറേ കാര്യങ്ങളുള്ള ഒരു ഫോണിനെ കുറിച്ചാണ് അപ്പോൾ ഇന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, റിയൽമി 6നെ കുറിച്ച്, പ്രോയിനെ കുറിച്ച്, റിയൽമി 6 പ്രോയിനെ കുറിച്ച്. അപ്പോൾ എനിക്കത് വീഡിയോ എടുക്കുക. റിയൽമി 6 പ്രോ എന്തുകൊണ്ടാണ് ഇറ്റ് ഈസ് റിയലി പ്രോ എന്ന് പറയുന്നത്? അപ്പോൾ അതിനെക്കുറിച്ചാണ്. റിയൽമി 6 പ്രോന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 6GB റാം, 64GB ആണ്, 6GB റാം, 128GB ആണ്, 8GB റാം, 128GB ആണ് എന്ന് പറഞ്ഞാൽ 3 വേരിയന്റിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്പേസ് ബ്ലൂവും സ്പേസ് ബ്ലാക്കും അല്ല, സ്പേസ് ബ്ലൂവും സ്പേസ് വൈറ്റുമാണ്. അതിനൊരു പ്രത്യേക കളേഴ്സിലാണ് ഇത് കിട്ടുന്നത്. അതിന്റെ കറക്റ്റ് കളേഴ്സിനെ കുറിച്ചാണല്ലോ, പക്ഷെ സ്പെക്കിനെ കുറിച്ചാണ്. അപ്പോൾ അതിന്റെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ വെറും ഹൈലൈറ്റ്സ് അല്ല, അതിന്റെ ഓൾ ഡ്യുവൽ ആയിട്ടുള്ള സെൽഫി ക്യാമറ, അത് ബാക്കില് ക്വാഡ് ക്യാം സെറ്റപ്പ്, അതും 64 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, അത് വൈഡ് ആംഗിൾ ഇതിൽ കിട്ടും. തന്നെ അടുത്ത ഇതിന്റെ വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും ടൈപ്പ്-C സപ്പോർട്ടിങ്ങുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കാര്യത്തിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കിടന്നു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാറുണ്ടല്ലോ, എന്താണ് ഒരു ഫോണിനെ എടുത്ത് പറയുമ്പോൾ ബാറ്ററി ആൻഡ് പെർഫോമൻസ്, പിന്നെ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഡിസ്പ്ലേ ആൻഡ് ഡിസൈന്, അതുപോലെ എന്താണ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്, ക്യാമറ. അത് ക്യാമറയെ കുറിച്ച് ആദ്യം തന്നെ പറയാം. എന്താ വെച്ചാൽ ക്യാമറയെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. 64 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ, അത് നമ്മുടെ സ്വന്തം മെയിൻ ക്യാമറയും 8 മെഗാ പിക്സലിന്റെ 12 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസും 8 മെഗാ പിക്സലിന്റെ മാക്രോ ലെൻസും 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറുമാണ്. അത് നല്ലൊരു ഫീച്ചറാണ്. എന്താ വെച്ചാൽ 8 മെഗാ പിക്സലിന്റെ മാക്രോ ലെൻസ് അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത എന്താണ് എന്ന് വെച്ചാൽ, അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ 64 മെഗാ പിക്സലിന്റെ വൈഡ് മെയിൻ സെൽഫി ക്യാമറയും, അതേപോലെ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറയും സെൽഫിയിൽ കൊടുത്തിട്ടുണ്ട്, അതായത് ഡ്യുവൽ സെൽഫി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാമറയുടെ സെക്ഷൻ കഴിഞ്ഞു. ഇനി ക്യാമറ കഴിഞ്ഞാൽ എന്താണ് നമ്മൾ അടുത്ത് പറയുക? ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ കാര്യം തന്നെയുണ്ട്. ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ കൊടുക്കുന്നുണ്ട്. അതുപോലെ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കൊടുക്കുന്നുണ്ട്. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുക്കുന്ന നമുക്ക് സാധാരണ ഒരു ഫോണിന് കിട്ടുന്ന 60 ഹെർട്സ് റിഫ്രഷ് റേറ്റും 90 ഹെർട്സും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അറിയാം അതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. വേറെ ഒന്നുമില്ല ഗൈസ്, എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു 60 ഹെർട്സിന്റെ ഇതിൽ കാർഡും എത്രയോ ഭേദമായിട്ട് 90 ഹെർട്സിൽ യൂസ് ചെയ്യാം. അത് നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ഒരു ഒരു സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്യും. അപ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നമ്മൾ 90 ഹെർട്സിന്റെ ഇരിക്കും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നല്ലത്. ഈ എക്സ്പീരിയൻസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെങ്കിൽ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. AMOLED ആക്കായിരുന്നു എന്ന് വെച്ചാൽ ഇത്രയധികം ഫീച്ചേഴ്സ് കയറ്റുമ്പോൾ ഫുൾ HD+ അവർക്ക് കാശിന്റെ ഒരു ഇതും കൂടി താങ്ങണ്ടേ. അപ്പോൾ അത് ഒരു ബാലൻസ് ചെയ്യാനായിരിക്കും ഫുൾ HD+ ഒക്കെ. ബട്ട് ഓവറോൾ ഫുൾ HD+ ആണെങ്കിലും ഒരു ആ പഞ്ച് ഹോൾ ഡിസ്പ്ലേയോടൊപ്പം തന്നെയല്ലേ ആ സെൽഫി ക്യാമറ 2 എണ്ണം ഉള്ളതാണ്. പഞ്ച് ഹോളിന്റെ ഒരു ഒറ്റ ഓട്ട കുത്തി വെച്ചാൽ ഒരു ഒറ്റ കുത്തിയിട്ട മാതിരിയൊന്നല്ല, ഒരു സൈഡിൽ ചെറിയ 2 ഡ്യുവൽ ക്യാം ആയിട്ടല്ലേ സെൽഫി ക്യാം ആയിട്ട് കൊടുത്താണ്. അതിന് ഭംഗിക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. അത് യൂസ് ചെയ്യുന്നവർക്ക് അതിന്റെ ഇതിനെ കുറിച്ച് പറയുന്നത്, ആ ഡിസ്പ്ലേനെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. അതായത് ഫുൾ HD+ന്റെ ഫുൾ സ്ക്രീനുള്ള ഡിസ്പ്ലേ, അതും 6.6 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. 6.6 ഇഞ്ച് എന്ന് പറയുമ്പോൾ 16.6 സെന്റിമീറ്റർ ഇത് വരുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു ഡെപ്ത് ലെങ്ത് വരുന്നുണ്ട്. ഓവറോൾ അതിനെ പിടിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ്, അതായത് കുറച്ച് ഇങ്ങനെ നീട്ടം കൂടുകയുമായിട്ട് തോന്നും. ബട്ട് നമ്മൾ ചെരിച്ചിട്ട് എല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ്. ഈ ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറെ ലെവലാണ്. ഞാൻ ഈ പറഞ്ഞ ഫുൾ HD+ന്റെ ഇതാണ്, അതേപോലെ റിഫ്രഷ് ആണെന്നൊക്കെ അതിൻ്റെതായിട്ടുള്ള ഗുണം അതെന്തായാലും കിട്ടും. അതിനോടൊപ്പം തന്നെ നമുക്ക് ഗെയിമിംഗ് പെർഫോമൻസ് ചെയ്യുമ്പോൾ അതിന് നല്ലൊരു പ്രോസസ്സറും കൂടി ഉണ്ട്, അതും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അത് കാരണം ഇതിൽ ഏകദേശം ഇതിന്റെ പ്രോസസ്സറും ബാറ്ററിയെ കുറിച്ചൊക്കെയാണ് ഇനി ഞാൻ പറയുന്നത്. ഇപ്പൊ ഡിസ്പ്ലേന്റെ സെക്ഷൻ കഴിഞ്ഞു. ഇനി ബാറ്ററി ആൻഡ് പെർഫോമൻസിനെ കുറിച്ച് പറയാം. അതായത് നമുക്കൊരു ഇതിൽ വേണ്ടേ എല്ലാത്തിലേക്കും കവർ ചെയ്യണ്ട. അപ്പോൾ ബാറ്ററി ആൻഡ് പെർഫോമൻസിനെ കുറിച്ച് പറയുന്നത് 4000 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു
കാര്യമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാം. 4000 mAh 4300 mAh ഇപ്പൊ 5000 mAh ഉള്ളതൊക്കെ 10,000 കിട്ടുമ്പോ നീ എന്താ 15-13 ഉള്ളതിനൊക്കെ 4300 എന്ന് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം ഇത് മാർച്ചിലാണ് ഇറങ്ങിയത്. ഞാനിപ്പോ കുറച്ച് ലേറ്റ് ആയിട്ടാണ് റിവ്യൂ ഒക്കെ പറയുന്നത്. എന്നാൽ ഇതൊരു പ്രോ സാധനമായതാണ്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആരാണ് ഞാനിപ്പോ പറയുന്നത്. അപ്പൊ ഒരു പ്രോ സാധനമായതാണ് ഞാനിത് പറഞ്ഞത്. ഓവറോൾ 4300 ഒരു ഡിസഡ്വാൻറ്റേജ് വരുമെന്ന് അത് ഉണ്ടാവും, ചെറിയൊക്കെ ഡിസഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട്. ബട്ട് നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ടൈപ്പ് സി ആണല്ലോ, 58 മിനിറ്റിൽ ചാർജ് ആവും, അല്ലെങ്കിൽ 57 മിനിറ്റിൽ ഇത് ചാർജ് ആവും എന്നുള്ളതാണ്. അപ്പൊ 57 മിനിറ്റ് കഴിഞ്ഞ് ചാർജ് ആവുമ്പോൾ എത്ര ഇത് നിൽക്കും എന്നുള്ളത്. MAH കൂടുമ്പോൾ പെട്ടെന്ന് ബാറ്ററി ചൂടാവാനും വലിക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടും. അത് വെച്ച് നോക്കുമ്പോൾ 4300 അത് നല്ലൊരു MAH ആണ്. എന്നുവെച്ചാൽ വല്ലാതെ കുറവൊന്നുമില്ലല്ലോ, 4000 എന്നല്ലല്ലോ, 4300 ഇല്ല. അപ്പൊ 300 കൂടുതലില്ല, അതൊക്കെ മതി ഒരു ഫോൺ യൂസറിന്, അതൊക്കെ മതി. പിന്നെ കുറച്ചും കൂടി വേണമെന്ന ആഗ്രഹങ്ങൾക്ക് കുഴപ്പമില്ല. പിന്നെ അതിന്റെ ടൈപ്പ് സി കേബിൾ സപ്പോർട്ട് ആവുന്നുണ്ട്. ടൈപ്പ് സി പോർട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, അതാണ് ടൈപ്പ് സി കേബിൾ സപ്പോർട്ട്. അതുപോലെ സ്പീക്കർ സെറ്റപ്പും അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയാം. അപ്പോൾ ക്യാമറയെ കുറിച്ചും ബാറ്ററിനെ കുറിച്ചും പറഞ്ഞു. ഇപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞില്ല, ബാറ്ററി ഒക്കെ ഇത്ര തന്നെ ഉള്ളൂ. ബാറ്ററിനെ കുറിച്ച് ഒരു ദിവസമൊക്കെ എന്തായാലും 1-1.5 ദിവസമൊക്കെ സിമ്പിൾ ആയിട്ട് നിന്നുള്ളൂ. ഓക്കെ, ഞാൻ അടുത്ത നമുക്ക് എന്തായാലും കൺഫ്യൂഷൻ ഉണ്ടാവും. 2 ദിവസമൊക്കെ നിൽക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ 1-1.5-2 ദിവസം എന്തായാലും നിൽക്കും. അപ്പൊ പെർഫോമൻസിനെ കുറിച്ച് പറയാം. എന്താ വെച്ചാൽ നമ്മളിപ്പോ ബാറ്ററി ആൻഡ് പെർഫോമൻസിനെ കുറിച്ചല്ലേ പറഞ്ഞത്. അപ്പൊ ബാറ്ററിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ ഒക്ടോകോർ പ്രോസസർ ആണ്, 8nm ഒക്ടോകോർ പ്രോസസർ. അത് ക്വാൾകോം 720G സ്നാപ്ഡ്രാഗന്റെ ആണ്. സ്നാപ്ഡ്രാഗൺ 720G എന്നാണ് ഗെയിമിംഗ് പ്രോസസറാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് ഇതിൽ കിട്ടും ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് ഒന്ന് ആലോചിച്ച് ഇത് യൂസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഇതിന് മനസ്സിലാവും നമുക്ക് എത്രയാണ് ഇതിന് ഗുണമെന്ന്. അപ്പൊ അതിന്റെ ആ ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടാനുള്ള ഒരു ഇത് നമ്മുടെ പ്രോസസറും കിട്ടുന്നുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിന്റെ വേറെ ഒന്നുമല്ല, ഇതിന്റെ അതർ ഫീച്ചേഴ്സ്, അതർ സ്പെക്സ് എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് സിം സ്ലോട്ട് കൊടുക്കുന്നുള്ളതാണ്. അതേപോലെ നല്ലൊരു 3.5mm ഓഡിയോ ജാക്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഡ്യുവൽ സ്പീക്കർ സെറ്റപ്പ് കൊടുക്കുന്നുണ്ട്. ഈ ഡെഡിക്കേറ്റഡ് സ്ലിം സ്ലോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലർക്ക് പെട്ടെന്ന് പറഞ്ഞപ്പോഴും മനസ്സിലായിട്ടില്ല, സ്ലിംസ് അങ്ങനെയല്ലേ നിങ്ങൾ വിചാരിച്ച. അപ്പൊ സിം സ്ലോട്ട് എന്നാണ് ഉദ്ദേശിച്ചത്. സിം സ്ലോട്ട് എന്ന് പറഞ്ഞാൽ 3 സിം സ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഗൈസ്. അതായത് ഒരു മൈക്രോ SD കാർഡും 2 സിമ്മും കൊടുക്കുന്ന ഡ്യുവൽ സിം സപ്പോർട്ട് ആവുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഡ്യുവൽ സെൽഫി ഡ്യുവൽ സിം രസമല്ലേ. അപ്പൊ ഗൈസ് അത്രയൊക്കെയാണ് ഇതിന്. വേറെ ഒരു ഇതെന്ന് പറഞ്ഞാല് ഇതിന് ഡ്യുവൽബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓവറോൾ ഒരു സിനിമ കാണാനുള്ളവരാണെങ്കിൽ ഫുൾ HD പ്ലസ് 6.6 ഇഞ്ചിൽ കൊടുക്കുന്ന, അതേപോലെ ഒരു ഡോൾബി അറ്റ്മോസ് കൊടുക്കുന്ന സിനിമ കാണുന്നവന് ആപ്റ്റാണ്. ഗെയിമിംഗ് പെർഫോമൻസിന് എന്തായാലും ആപ്റ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിലും ഇത് ആപ്റ്റ് ആവാത്തത് നമുക്ക് വല്ല ഒഫീഷ്യൽ യൂസിന് എന്തായാലും ആപ്റ്റാണ്. ഇനി സെൽഫി ഭ്രാന്തന്മാർക്കോ അത് അവർക്ക് ആപ്റ്റാണ്. കാരണം സെൽഫി ഭ്രാന്തന്മാരല്ല, ക്രേസ് ആയിട്ടുള്ളവർക്കും അവർക്കും ആപ്റ്റാണ്. വേറെ ഒന്നുമല്ല, 2 സെൽഫി ക്യാമറ, ഡ്യുവൽ സെൽഫി ക്യാമറ, ഒറ്റ സെൽഫി ക്യാമറ അല്ല, ഡ്യുവൽ സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത്. അത് 16 മെഗാപിക്സലിന്റെയും 8 മെഗാപിക്സലിന്റെ വേറെ ലെവലായിരിക്കും. എന്താണ് ഇപ്പൊ 12 മെഗാപിക്സലിന്റെ തന്നെ അത്യാവശ്യം നന്നായി കിട്ടുന്നുണ്ട്. അപ്പൊ 16 മെഗാപിക്സലിന്റെ എങ്ങനെയായിരിക്കും, 12 മെഗാപിക്സലിന്റെ എല്ലാം നന്നായി കിട്ടുന്നുണ്ടെങ്കിൽ 16 മെഗാപിക്സലിന്റെ വേറെ ലെവലായിരിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. വേറെ ലെവലാണ്. ഇനി ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ഡിസൈനിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഒരു ഡിസൈനും അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ്. ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇതായിട്ടുള്ള ഡിസൈനാണ്. റിയൽമി സ്ഥിരം കൊടുക്കുന്ന ഒരു ഡിസൈനിൽ നിന്ന് കുറച്ച് നല്ലൊരു ഭംഗിയിലൊക്കെ ഡിസൈൻ ചെയ്തിരിക്കും. ഒരു എന്താണ് ഇലക്ട്രിക് ഒക്കെ പോണതിന്റെ ഒരു പ്രത്യേക ചിഹ്നമൊക്കെ കൊടുത്തിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ ഓവറോൾ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഇനി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പറയാനുണ്ട്. അത്രയധികം ഫീച്ചേഴ്സ് ഉള്ള ഒരു പ്രത്യേകതരം ഫോണാണ്. ഇത്ര പറയാനുള്ളൂ, എനിക്കിത്ര പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇനിയും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി വാങ്ങിക്കോ ഗൈസ്. മാർച്ചിൽ ഇറങ്ങിയ ഫോണാണ്. എന്താണ് നീ ഇപ്പൊ കയറി പറഞ്ഞു? ഇപ്പൊ എനിക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയത്, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി എടുത്തപ്പോൾ കുറച്ച് വൈകിപ്പോയി, അല്ലെങ്കിൽ അത്രയധികം ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫോണാണ് ഗൈസ്. അപ്പൊ ഇപ്പൊ തന്നെ പോയി വാങ്ങിക്കോ. ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം.